നമസ്കാരം, ഭാരത് ലീവിലേക്ക് സ്വാഗതം. മുസ്ലിം ലീഗും BJPയോടൊപ്പം NDAയ്ക്കൊപ്പം ചേർന്ന് അധികാരം പങ്കിടണമെന്ന മലപ്പുറത്തെ BJP സ്ഥാനാർത്ഥിയും കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ അബ്ദുൽ സലാം പാവപ്പെട്ട മുസ്ലിങ്ങളെ സഹായിക്കാൻ സുസ്ഥിര ഭരണവുമായി മുന്നോട്ട് പോകുന്ന മോദി സർക്കാരുമായി മുസ്ലിം ലീഗ് ചേരുകയും അധികാരം പങ്കിടുകയും വേണമെന്നും ഡോക്ടർ അബ്ദുൽ സലാം അഭിപ്രായപ്പെട്ടു. മലപ്പുറം പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകടനം. മുസ്ലിങ്ങൾക്ക് വേണ്ടി ഞാൻ മുസ്ലിം ലീഗിനോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളും BJPയോടും NDAയോടുമൊപ്പം ചേരണം. NDA ഒരു വിഷം വമിപ്പിക്കുന്ന പാർട്ടിയല്ല. 2029, 2034, 2039, 2044 അങ്ങനെ മോദിയുടെ സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈ സുസ്ഥിര സർക്കാരിനോടൊപ്പം അധികാരം പങ്കിട്ടാലേ പാവപ്പെട്ട മുസ്ലിങ്ങളെ സഹായിക്കാൻ സാധിക്കുമെന്നും അബ്ദുൽ സലാം അഭ്യർത്ഥിച്ചു. പണമുള്ള മുസ്ലിങ്ങൾ ഡൽഹിയിൽ പോയി കാര്യം സാധിക്കും, പക്ഷേ പാവപ്പെട്ട മുസ്ലിങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. മുസ്ലിം ലീഗും BJPയോടൊപ്പം ചേരണം. മുസ്ലിം ലീഗ് BJPയോടൊപ്പം അധികാരം പങ്കിടുകയും വേണം. വികസനം പാവപ്പെട്ട മുസ്ലിമിലേക്ക് എത്താൻ ഇത് സഹായിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു ദിവസം കേന്ദ്ര സർക്കാരിലെ മുഴുവൻ കേന്ദ്രമന്ത്രിമാരും ഒരുമിച്ചിരുന്ന് 2047 വരെയുള്ള വികസിത ഭാരതത്തെക്കുറിച്ചുള്ള ആശയങ്ങളാണ് സ്വരൂപിച്ചത്. അതാണ് മോദിയുടെ കാഴ്ചപ്പാട്. മോദിയും BJPയും നിങ്ങളുടെ ശത്രുക്കളല്ല. 2047 നമുക്കും വികസിക്കാം. ഇന്നല്ലെങ്കിൽ നാളെ മുസ്ലിം ലീഗും BJPയോട് ചേർന്ന് നിൽക്കേണ്ടി തന്നെ വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുൽ സലാം അദ്ദേഹത്തിന്റെ പത്രസമ്മേളനം അവസാനിപ്പിച്ചതും.